ഗുഡ് ഈവനിംഗ്. വാർത്താസന്ധ്യയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. കേരളത്തിലെ അതിവേഗ റെയിൽപാതയുടെ പ്രഖ്യാപനം ഉടനെന്ന ഇ ശ്രീധരൻ താൻ നൽകിയ പദ്ധതി രേഖയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടെന്ന് മെട്രോമാൻ പറഞ്ഞു. തിരുവനന്തപുരം കണ്ണൂർ യാത്രാസമയം 3.25 മണിക്കൂറായി ചുരുങ്ങും. സംസ്ഥാന സർക്കാരിന്റെ അറിവോടെ പോയ പ്രൊപ്പോസൽ എന്ന് കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് പറഞ്ഞു. അതേസമയം പദ്ധതിയെ പരിഹസിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി. സംസ്ഥാന സർക്കാരിന്റെ സിൽവർ ലൈൻ പദ്ധതി തള്ളിയതോടെയാണ് അതിവേഗ റെയിൽപാതയ്ക്ക് വഴിയൊരുങ്ങുന്നത്. ആദ്യഘട്ടത്തിൽ കാസർഗോഡിനെ ഒഴിവാക്കി തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ 430 കിലോമീറ്ററായിരിക്കും പാത. ആകെ 22 സ്റ്റോപ്പുകളുണ്ടാകും. 8 കോച്ചുകളുള്ള ട്രെയിനായിരിക്കും ആദ്യഘട്ടത്തിലുണ്ടാകുക. മേൽപ്പാലത്തിനും തുരങ്കപാതയ്ക്കുമായി ഏറ്റെടുത്ത ഭൂമി നിർമ്മാണത്തിന് ശേഷം വ്യവസ്ഥകളോടെ ഉടമകൾക്ക് ലീസിന് നൽകും. റെയിൽവേക്ക് 51%, സംസ്ഥാന സർക്കാരിന് 49% ഓഹരി. 86,000 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. റെയിൽവേയുടെ ഔദ്യോഗിക പ്രഖ്യാപനം 2 ആഴ്ചയ്ക്കുള്ളിൽ വരും. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇ ശ്രീധരന്റെ പ്രതികരണം. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് വിത്തിൻ 15 days വരും. 15 days. ഇതിന്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് 86,000 crores ആയിരിക്കും. സംസ്ഥാന സർക്കാരിന്റെ അറിവോടെ പോയ പ്രൊപ്പോസലാണെന്ന് കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് 24നോട് പറഞ്ഞു. ഈ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് അദ്ദേഹം. അതേസമയം പദ്ധതിയെ പരിഹസിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി. നാട്ടിലെ ജനങ്ങൾക്ക് ഭൂമിയും വിൽക്കാൻ പറ്റുന്നില്ല, അവിടെ ക്രയവിക്രയങ്ങൾ പറ്റുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ അടിയന്തരമായി ശ്രീധരനാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും ആ മഞ്ഞക്കുറ്റി ഒന്ന് ഊരി ജനങ്ങളെ രക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പദ്ധതിക്കെതിരെ അതിശക്തമായ സമരം നടത്തുമെന്നാണ് കെ സുധാകരന്റെ പ്രതികരണം. 24 മലപ്പുറം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ട നിർമ്മാണത്തിന് ഔദ്യോഗിക തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആഗോള കപ്പൽശാലയിൽ കേരളത്തിന്റെ പേര് സുവർണ ലിപികളിൽ എഴുതപ്പെട്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തുറമുഖത്തിന്റെ ശില്പി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് തുറമുഖമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര ആഴക്കടൽ തുറമുഖത്തിൽ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കരൺ അദാനിയും അടക്കം നിറഞ്ഞ വേദിയിൽ കേരളത്തിന്റെ അഭിമാനമായ വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ട നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കേരളത്തിൽ ഒന്നും നേരെ ചൊവ്വെ നടക്കില്ലെന്ന് ആക്ഷേപിച്ചവർക്കുള്ള മറുപടിയാണ് വിഴിഞ്ഞം തുറമുഖമെന്ന് മുഖ്യമന്ത്രി. നമ്മുടെ നാട് കേട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം ഒന്നും നേരെ ചൊവ്വെ നടക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചവരും പരിഹസിച്ചവരുമുണ്ടായിരുന്നു. നമ്മൾ മറുപടി നൽകിയത് ഇതുപോലുള്ള അനേകം പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ്. ഒരു സർക്കാരിന്റെ മാത്രം പ്രയത്നഫലമല്ല വിഴിഞ്ഞമെന്ന് കരൺ അദാനി. വിഴിഞ്ഞത്തിന്റെ ശില്പി ഉമ്മൻചാണ്ടിയെന്ന് വി ഡി സതീശൻ. ഇത് യാഥാർത്ഥ്യമാക്കി തീർക്കാൻ മുൻകൈയെടുത്ത, ഇതിന്റെ ശില്പി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ ഞാൻ ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം അനുസ്മരിക്കുന്നു. 10,000 കോടി രൂപ ചിലവ് വരുന്ന നിർമ്മാണമാണ് വിഴിഞ്ഞം തുറമുഖത്ത് 2ാം ഘട്ടത്തിൽ നടക്കുക. 2028 വിഴിഞ്ഞം പൂർണ്ണ സജ്ജമാകുന്നതോടെ തുറമുഖത്തിന്റെ ശേഷി 5 ഇരട്ടിയായി ഉയരും. 24 തിരുവനന്തപുരം. കേന്ദ്ര മോട്ടോർ വാഹന നിയമങ്ങൾ കർശനമായി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ. വർഷത്തിൽ 5 ചലാനുകൾ ലഭിച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കും. പിഴയടയ്ക്കാൻ 45 ദിവസം സമയം നൽകും. കുടിശ്ശിക വരുത്തുന്ന വാഹനങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. RC ഉടമയ്ക്കെതിരെയായിരിക്കും എല്ലാ നിയമ നടപടികളും സ്വീകരിക്കുക. ഗതാഗത നിയമലംഘനങ്ങൾ തടയുന്നതിനും റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമായാണ് നിയമ ഭേദഗതി. ഈ വർഷം ജനുവരി 1 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിലായി. 5 തവണ വാഹന നിയമം ലംഘിക്കുന്നവരെ സ്ഥിരം കുറ്റവാളിയായി കണക്കാക്കിയാണ് ലൈസൻസ് റദ്ദാക്കുന്നത്. ഹെൽമറ്റ് ധരിക്കാതിരിക്കുക, സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുക, റെഡ് സിഗ്നൽ മറികടക്കുക തുടങ്ങിയ നിയമലംഘനങ്ങളും ഇതിലുൾപ്പെടും. ചലാൻ ലഭിച്ചാൽ അത് അടയ്ക്കുന്നതിന് ഇനി മുതൽ 45 ദിവസത്തെ സമയപരിധി മാത്രമേ ലഭിക്കൂ. ബ്ലാക്ക് ലിസ്റ്റിലുള്ള വാഹനങ്ങൾക്ക് ഉടമസ്ഥാവകാശ കൈമാറ്റം, ഫിറ്റ്നസ്, മലിനീകരണ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ സേവനങ്ങൾ തടയും. കുടിശ്ശികയുള്ള വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ട്. എല്ലാ നിയമ നടപടികളും വാഹനത്തിന്റെ RC ഉടമയ്ക്കെതിരെയായിരിക്കും. ചെലാൻ തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ അത് ഓൺലൈൻ പോർട്ടൽ വഴി ചോദ്യം ചെയ്യാവുന്നതാണ്. പരാതി നൽകിയാൽ 30 ദിവസത്തിനുള്ളിൽ അധികൃതർ തീരുമാനമെടുക്കണം. പരാതി തള്ളുകയാണെങ്കിൽ ഉത്തരവ് വന്ന് 30 ദിവസത്തിനുള്ളിൽ പിഴ അടയ്ക്കേണ്ടതുണ്ട്. കോടതിയെ സമീപിക്കാൻ താൽപര്യമുള്ളവർ പിഴത്തുകയുടെ 50% മുൻകൂറായി കെട്ടിവെക്കണം. ന്യൂസ് ഡെസ്ക് 24. തിരുവനന്തപുരം
തിരുവനന്തപുരം വിളപ്പിൽശാല സർക്കാർ ആശുപത്രിക്കെതിരെ ചികിത്സ നിഷേധിച്ചെന്ന ആരോപണം. ശ്വാസതടസ്സത്തിന് ചികിത്സയ്ക്കെത്തിയ രോഗി മരിച്ചെന്ന ആരോപണം. വിളപ്പിൽശാല കൊല്ലങ്കോണം സ്വദേശി ബിസ്മീറാണ് മരിച്ചത്. ഗുരുതരാവസ്ഥയിലെത്തിച്ച ബിസ്മീറിന് ജീവനക്കാർ ഗേറ്റ് തുറന്നു നൽകിയില്ലെന്നും CPR-ഉം ഓക്സിജനും നൽകാൻ തയ്യാറായില്ലെന്നും കുടുംബം ആരോപിച്ചു. പട്ടി കയറുന്നതുകൊണ്ട് ഗേറ്റ് അടച്ചിട്ടതെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസ് വന്നിട്ട് ഓപ്പൺ ആയിരുന്നു ഗേറ്റ്. അകത്തെ ഗ്രില്ല് അത് ലോക്കായിരുന്നു. അവിടെ പോയിട്ട് കോളിംഗ് ബെല്ല് അടിച്ചത് 2-3 കോളിംഗ് ബെല്ല് അടിച്ചതിന് ശേഷമാണ് പിന്നെ വിളിച്ചായിരുന്നു. പുള്ളിയും വിളിക്കായിരുന്നു എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടൊക്കെ. അപ്പം അത്രയും താമസിച്ചാണ് ഹോസ്പിറ്റലിൽ എൻട്രി ചെയ്യാൻ. ഒരു മെഡിസിനും ഉപയോഗിക്കാതെയാണ് ജസ്റ്റ് ആ മെഷീൻ ഓൺ ചെയ്ത് ആവി കൊടുക്കുന്നത്. ആക്ച്വലി അതിൽ 2 ഐറ്റം മെഡിസിൻ യൂസ് ചെയ്യാറുണ്ട്. അത് എന്നിട്ട് ആവി പിടിക്കുന്നത് ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ട്. അതൊന്നായി പുള്ളി അവിടെ വെച്ച് തന്നെ അബോധാവസ്ഥയിലാകുമ്പോഴത്തേക്കും എൻ്റെ പെങ്ങൾ പറഞ്ഞായിരുന്നു CPR കൊടുക്കുന്നു. അവർ 2 പേരും നോക്കി നിന്നെല്ലാം ഒന്നും കൊടുത്തിട്ടില്ല. തിരിച്ചവിടെ നിന്ന് ആംബുലൻസിൽ കയറ്റി. ആംബുലൻസിനകത്ത് ഒരു പ്രാഥമിക ചികിത്സ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഫസ്റ്റ് എയ്ഡ് ഒന്നുമില്ല. ഒരു സിലിണ്ടർ, ഓക്സിജൻ സിലിണ്ടറില്ല, ഒന്നുമില്ല. ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജ് എത്തുമ്പോഴത്തേക്കും പുള്ളി മരിച്ചിട്ട് 20 മിനിറ്റ് ആയെന്ന് പറഞ്ഞു. 20 കോടിയുടെ ക്രിസ്മസ് പുതുവത്സര ബമ്പർ ഭാഗ്യശാലിയെ തെരഞ്ഞു കേരളം. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലെ ന്യൂ ലക്കി സെന്ററിൽ വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം. ആരാണ് ടിക്കറ്റ് വാങ്ങിയതെന്ന് അറിയില്ലെന്നായിരുന്നു ഏജന്റ് സുദീഖിന്റെ പ്രതികരണം. ക്രിസ്മസ് പുതുവത്സര ബമ്പർ നറുക്കെടുപ്പിൽ XC138455 എന്ന ടിക്കറ്റിനാണ് ഇത്തവണ ഭാഗ്യം തുണച്ചത്. 20 കോടി ലഭിച്ച ഭാഗ്യവാനെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിനടുത്തുള്ള ന്യൂ ലക്കി സെന്ററിലാണ് ടിക്കറ്റ് വിറ്റത്. പക്ഷേ കോടികൾ തേടിയെത്തിയ ഭാഗ്യശാലിയെ ഏജന്റിനും ഓർമ്മയില്ല. ടിക്കറ്റ് ആദ്യം ഇഷ്യൂ ചെയ്ത് OPC വന്നപ്പോൾ ബസ്സിലെടുത്ത ടിക്കറ്റാണ്. ആദ്യമേ എടുത്തത് കാരണം ഇത് ആദ്യമേ വിറ്റുപോയതല്ലേ. എപ്പോഴാ വിറ്റെന്ന് പറയാൻ പറ്റത്തില്ല. തട്ടേ പിന്നെയും എടുക്കുന്നതിനനുസരിച്ച് കുറേശ്ശെ ടിക്കറ്റ് തട്ടയിട്ടോണ്ടിരിക്കുക. തിരുവനന്തപുരം ഗോർഖി ഭവനിൽ നടന്ന നറുക്കെടുപ്പിൽ മറ്റു ഭാഗ്യശാലികളെയും പ്രഖ്യാപിച്ചു. ഓരോ കോടി രൂപ വീതം 20 പേർക്ക് 2ാം സമ്മാനമായി ലഭിക്കും. 3ാം സമ്മാനം 10 ലക്ഷം രൂപ വീതം 20 പേർക്കും, 4ാം സമ്മാനമായി 3 ലക്ഷം രൂപ വീതം 20 പേർക്കും, 5ാം സമ്മാനമായി 2 ലക്ഷം രൂപ വീതം 20 പേർക്കും ലഭിക്കും. ടിക്കറ്റ് വിൽപ്പനയിലും ഇത്തവണ വൻ വർധനവാണുണ്ടായത്. 55 ലക്ഷം ടിക്കറ്റുകൾ വിൽപ്പന നടത്തി. 24 തിരുവനന്തപുരം. രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചെന്ന് വെളിപ്പെടുത്തിയ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം V. കുഞ്ഞികൃഷ്ണനെ CPIM പുറത്താക്കും. പാർട്ടിയെ തിരുത്താനാണ് ഫണ്ട് വെട്ടിപ്പിനെക്കുറിച്ച് പരസ്യമായി പറഞ്ഞതെന്ന് V. കുഞ്ഞികൃഷ്ണൻ പ്രതികരിച്ചു. ഓഫീസ് നിർമ്മാണത്തിന്റെ കണക്ക് സമർപ്പിക്കാൻ വൈകിയതിനാലാണ് വീഴ്ച സംഭവിച്ചതെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ പ്രതിരോധം. ഇടവേളയ്ക്ക് ശേഷം രക്തസാക്ഷി ധനരാജിന്റെ പേരിലുള്ള ഫണ്ട് വെട്ടിപ്പ് വീണ്ടും പുറത്തെത്തുമ്പോൾ CPIM കടുത്ത പ്രതിരോധത്തിലാണ്. രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചെന്ന ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയത് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായ V. കുഞ്ഞികൃഷ്ണനാണ്. ഇതാണ് CPIM-നെ കുഴക്കുന്നത്. മൺമറഞ്ഞ നേതാവ് കോടിയേരി ബാലകൃഷ്ണനെ കൂടി ആരോപണത്തിലേക്ക് വലിച്ചിട്ടുവെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കുഞ്ഞികൃഷ്ണന്റെ ആക്ഷേപങ്ങളെ വൈകാരികമായി പ്രതിരോധിക്കാനാണ് പാർട്ടി നേതൃത്വത്തിന്റെ ശ്രമം. മഹാനായ നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾക്കെതിരെ ആക്ഷേപമുന്നയിച്ചുകൊണ്ട് CPIM ഫണ്ട് തട്ടുന്ന പാർട്ടിയാണ് എന്ന് V. കുഞ്ഞികൃഷ്ണൻ ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വാസ്തവ വിരുദ്ധമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയെ വിവാദത്തിലേക്ക് തള്ളിവിട്ട വെളിപ്പെടുത്തൽ നടത്തിയ V. കുഞ്ഞികൃഷ്ണനെ CPIM പുറത്താക്കും. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിനിടയിൽ കണ്ണൂർ നേതാക്കളും സംസ്ഥാന നേതൃത്വവും തമ്മിൽ ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തും. കണ്ണൂർ ജില്ലാ കമ്മിറ്റി ചേർന്നായിരിക്കും നടപടി തീരുമാനിക്കുക. അദ്ദേഹം ആ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞല്ലോ, തെളിവ് ഹാജരാക്കാൻ വേണ്ടി തനിക്ക് കഴിഞ്ഞില്ല, അതുകൊണ്ട് കമ്മീഷന്റെ നിഗമനങ്ങളെ അംഗീകരിക്കുന്നു പറഞ്ഞല്ലോ. പാർട്ടിക്ക് പാർട്ടിയുടേതായ രീതിയിലുണ്ട്. തെറ്റായ ഒരു കാര്യവും പാർട്ടിക്കകത്ത് വെച്ച് പൊറുപ്പിക്കില്ല, അതിൽ യാതൊരു സംശയവും വേണ്ട. പാർട്ടിയെ തിരുത്തുന്നതിന് വേണ്ടിയാണ് ഫണ്ട് വെട്ടിപ്പ് തുറന്നു പറഞ്ഞതെന്നാണ് V. കുഞ്ഞികൃഷ്ണന്റെ വിശദീകരണം. തിരുത്തിയില്ലെങ്കിൽ കേരളത്തിലെ പാർട്ടിക്ക് ബംഗാളിന്റെ അനുഭവം വന്നു ചേരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. തെറ്റ് സംഭവിക്കുമ്പോൾ, പോരായ്മകൾ സംഭവിക്കുമ്പോൾ അത് വിമർശനത്തിലൂടെ തിരുത്തിക്കുക എന്നുള്ളത് ഓരോ പാർട്ടി സഖാവിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് തിരുത്താൻ സാധിക്കില്ലെങ്കിൽ ചിലപ്പോൾ ബംഗാളിൻ്റെ അവസ്ഥ കേരളത്തിലും ഉണ്ടായേക്കാം. രക്തസാക്ഷി ഫണ്ടിൽ തിരിമറി നടന്നിട്ടില്ലെന്ന വാദമുയർത്തിയും ഓഫീസ് നിർമ്മാണ കണക്കുകൾ സമർപ്പിക്കാൻ വൈകിയതിൽ മാത്രമാണ് ക്രമക്കേടെന്നും ചൂണ്ടിക്കാട്ടി വിവാദം അവസാനിപ്പിക്കാനാണ് CPIM-ന്റെ ശ്രമം. 24 തിരുവനന്തപുരം.
പയ്യന്നൂരിലെ ഫണ്ട് തിരിമറി ആരോപണം പാർട്ടിയിൽ തന്നെ ഒതുക്കി തീർക്കാൻ ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പാർട്ടി തന്നെ പോലീസ് സ്റ്റേഷനും കോടതിയുമാകുന്നു, പോലീസിനെ അറിയിക്കേണ്ട കുറ്റകൃത്യമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് പുറത്തു വന്നതെന്നും ഫണ്ട് തട്ടിപ്പിൽ സമഗ്ര അന്വേഷണം വേണമെന്നും BJP നേതാവ് MT രമേശ് ആവശ്യപ്പെട്ടു. പയ്യന്നൂരിലെ CPM ജില്ലാ കമ്മിറ്റി അംഗം MLA-ക്കെതിരായി ഗുരുതരമായ ആരോപണം, ഇത് ആദ്യത്തെ ആരോപണമല്ല, ഇത് പാർട്ടിക്കും ഗവൺമെന്റിനും ഉള്ളവർക്കും ഈ ആരോപണം കൊടുത്തിട്ട് ഒരു കേസ് പോലും എടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. CPM എന്താണ്? ഇതെല്ലാം പാർട്ടി കോടതിയാണോ? ഇത് ഗുരുതരമായ ക്രമക്കേടാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത്. ഒരു ക്രൈം നടന്നു എന്ന് പറഞ്ഞിട്ട് അത് പോലീസിനെ അറിയിക്കാതിരിക്കുന്നത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. സത്യം തുറന്നു പറഞ്ഞ TP ചന്ദ്രശേഖരന് എതിരെ പോലുള്ള വധഭീഷണി ഈ ആരോപണം ഉന്നയിച്ച ജില്ലാ കമ്മിറ്റി അംഗത്തിനുണ്ടായിരുന്നു. പയ്യന്നൂരിലെ CPM-ന്റെ ഫണ്ട് പിരിവിനെ സംബന്ധിച്ച് വലിയ ആക്ഷേപങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത്. ആക്ഷേപങ്ങളല്ല, അത് വസ്തുതാപരമായി അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊരു ചെറിയ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. ഒരു ഏരിയ കമ്മിറ്റി ഇങ്ങനെ വ്യാജ റെസീറ്റ് അടിച്ച് പണം പിരിക്കുന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാറ്റിന്റെ സ്ഥിതി എന്തായിരിക്കും? നിങ്ങൾ നേതാക്കളുടെ വർഗീയ പരാമർശങ്ങളിൽ CPIM-നും മുന്നറിയിപ്പുമായി CPI. ന്യൂനപക്ഷവുമായി ഇടതുപക്ഷത്തിനുള്ള ബന്ധം വിട്ടുപോകാൻ പാടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. മന്ത്രി സജി ചെറിയാന്റെ പരാമർശം CPIM തന്നെ തള്ളിപ്പറഞ്ഞതാണെന്നും ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടി. മന്ത്രി സജി ചെറിയാനും മുതിർന്ന നേതാവ് AK ബാലനും നടത്തിയ വർഗീയ പരാമർശങ്ങൾക്കെതിരെ ഇന്നലെ ചേർന്ന CPI സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. ഇതിന്റെ പ്രതിഫലനമാണ് ബിനോയ് വിശ്വത്തിന്റെ ഇന്നത്തെ പ്രതികരണങ്ങൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉറപ്പിച്ചു പറയുന്നു, LDF ആണ്, LDF തന്നെയാണ് ന്യൂനപക്ഷങ്ങളുടെ സ്വാഭാവിക ബന്ധു. ആ ബന്ധത്തിൽ ഒരു പോറൽ വീഴാൻ പാടില്ല, ആ ബന്ധം ഒലിഞ്ഞു പോകാൻ പാടില്ല. മന്ത്രി സജി ചെറിയാന്റെ പരാമർശങ്ങൾ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഇതായിരുന്നു ബിനോയിയുടെ മറുപടി. ബന്ധപ്പെട്ട പാർട്ടി നിസ്സംശയം പറഞ്ഞു കഴിഞ്ഞു, ആ നിലപാടല്ല ആ പാർട്ടിയുടേത്. ഉത്തരവാദിത്വ ബോധമുള്ള ഇടതുപക്ഷ പാർട്ടിയെ പോലെ CPM സഹാക്കളക്കാരും പറഞ്ഞു കഴിഞ്ഞു. ശബരിമല വിഷയത്തിൽ യഥാർത്ഥ വിശ്വാസികളെ ഇടതുപക്ഷം ചേർത്ത് പിടിക്കും. അവരുടെ ആശങ്കകളെല്ലാം സർക്കാരും LDF-ഉം പരിഹരിക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. 24 തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മത്സരിക്കുമോ എന്നത് താനല്ല, പാർട്ടിയാണ് തീരുമാനിക്കേണ്ടതെന്ന് K സുധാകരൻ MP. പാർട്ടി തീരുമാനിച്ചാൽ മത്സരിക്കുമെന്നും K സുധാകരൻ പറഞ്ഞു. ഞാൻ മത്സരിക്കുന്നു പറയുന്നത് എങ്ങനെയാ? പാർട്ടി തീരുമാനിക്കണം. പാർട്ടി തീരുമാനിച്ചാൽ ഞാൻ മത്സരിക്കും, ഇല്ലെങ്കിൽ മത്സരിക്കില്ല. താല്പര്യം അറിയിച്ചിട്ടില്ല, ചോദിച്ചാൽ പറയാം, അത്രയേ പറയാം. ചോദിക്കുന്ന വിചാരിക്കുന്നു. ന്യൂനപക്ഷവുമായി ഇടതുപക്ഷത്തിനുള്ള ബന്ധം വിട്ടുപോകാൻ പാടില്ലെന്ന് CPI. ഇടതുപക്ഷത്തിന് ന്യൂനപക്ഷവുമായുള്ള ബന്ധം ഉലയാൻ പാടില്ല. ന്യൂനപക്ഷങ്ങളുടെ ആശങ്കകളെ പരിഗണിച്ചേ തീരുവെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. ശബരിമലയിൽ യഥാർത്ഥ വിശ്വാസികളെ ഇടതുപക്ഷം ചേർത്ത് പിടിക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. പാർട്ടി പരിപാടികളിലെ അവഗണനയിൽ അതൃപ്തി പരസ്യമാക്കി ഡോക്ടർ ശശി തരൂർ MP. മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങളിൽ ചിലത് ശരിയായിരിക്കുമെന്നും പൊതുവേദിയിൽ ചർച്ചയ്ക്കില്ലെന്നും വിശദീകരണം. ശശി തരൂർ കോൺഗ്രസിന്റെ ഭാഗമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ KPCC ഭാരവാഹികളുമായി ഹൈക്കമാൻഡ് ചേർന്ന ആദ്യ യോഗത്തിൽ പങ്കെടുക്കാത്തതിൽ ശശി തരൂർ നൽകിയ വിശദീകരണം ഇങ്ങനെ: തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പാർട്ടിയിൽ പറയും. മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്ന കാര്യങ്ങളിൽ ശരിയും തെറ്റുമുണ്ടെന്നും ശശി തരൂർ. ഞാൻ പോയില്ലേ, ഞാൻ പാർട്ടി നേതൃത്വത്തെ നേരത്തെ അറിയിച്ചു ഞാൻ വരുന്നില്ല എന്ന്. എനിക്ക് എന്തായാലും ഇവിടെ വാക്ക് കൊടുത്തായിരുന്നു, ഇതിനെ ക്യാൻസൽ ചെയ്തിട്ട് പോയിട്ട് വരേണ്ടിയിരുന്നു. പക്ഷെ ഞാൻ ഉറപ്പുമായിട്ട് പാർലമെന്റിലെ എല്ലാ വിധത്തിലും പങ്കെടുക്കുമ്പോൾ പാർട്ടിയെ ആ സമയത്ത് കാണാൻ നേതൃത്വത്തിന്. പക്ഷെ എനിക്ക് പറയാനുള്ളത് പാർട്ടിയുടെ അകത്ത് തന്നെ പറയണം, നല്ലത് മാധ്യമക്കാരുടെ മുമ്പിലല്ല. ശശി തരൂർ കോൺഗ്രസിന്റെ ഭാഗമെന്ന രമേശ് ചെന്നിത്തല. അല്ല, അദ്ദേഹം പറയട്ടെ, ചിലത് ശരിയാണ് ചിലത് ശരിയാണെന്നോ പറയട്ടെ. അദ്ദേഹത്തിന് അതൃപ്തിയില്ലെന്ന് ഇപ്പം മനസ്സിലായല്ലോ. ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലായല്ലോ. അദ്ദേഹം പാർട്ടിയുടെ പരിപാടികളിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരാളല്ല. അത് ഇന്നലെ വരാതിരുന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ പരിപാടി ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. കൊച്ചിയിലെ പാർട്ടിയുടെ മഹാപഞ്ചായത്ത് വേദിയിൽ അവഗണിക്കപ്പെട്ടു എന്നത് തരൂരിന്റെ തോന്നൽ മാത്രമെന്നായിരുന്നു ഇന്നലത്തെ യോഗത്തിൽ രാഹുൽ ഗാന്ധി സംസ്ഥാന നേതാക്കളോട് പറഞ്ഞത്. തനിക്ക് തന്ന നേതാക്കളുടെ ലിസ്റ്റിൽ തരൂരിന്റെ പേര് ഇല്ലായിരുന്നുവെന്നും രാഹുൽ ഗാന്ധി വിശദീകരിച്ചു. വയനാട് ലക്ഷ്യ ക്യാമ്പിൽ ശശി തരൂരും പാർട്ടി നേതൃത്വവും തമ്മിലുള്ള അകൽച്ച കുറഞ്ഞെങ്കിലും കൊച്ചി മഹാപഞ്ചായത്തിൽ കാര്യങ്ങൾ വീണ്ടും പഴയപടിയായി. 24 ഡൽഹി.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരുവനന്തപുരത്തെ പൊതുപരിപാടിയിൽ അനധികൃതമായി ഫ്ലക്സ് സ്ഥാപിച്ചതിൽ കേസ്. ബിജെപി ജില്ലാ പ്രസിഡന്റ് കരമന ജയനെതിരെയാണ് കേസെടുത്തത്. കോടതി വിധി ലംഘിച്ചെന്നും പൊതുവഴി തടസ്സപ്പെടുത്തിയെന്നും ചൂണ്ടിക്കാട്ടി കോർപ്പറേഷൻ സെക്രട്ടറി നൽകിയ പരാതിയിലാണ് കേസ്. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് പെരിന്തൽമണ്ണ ദൃശ്യ കൊലക്കേസ് പ്രതി ചാടിപ്പോയ സംഭവത്തിൽ 4 പോലീസുകാർക്കെതിരെ നടപടി. സ്പെഷ്യൽ ബ്രാഞ്ച് ACPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നവർക്കെതിരെയാണ് നടപടി. പോലീസുകാർക്ക് വീഴ്ചയുണ്ടായെന്നാണ് അന്വേഷണ റിപ്പോർട്ട്. കഴിഞ്ഞ ഡിസംബർ 29-നാണ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ദൃശ്യ കൊലക്കേസ് പ്രതി വിനീഷ് രക്ഷപ്പെട്ടത്. വിനീഷിനെ ഇതുവരെ കണ്ടെത്താനായില്ല. ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് വീഡിയോ പ്രചരിച്ചതിനെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷയിൽ ചൊവ്വാഴ്ച വിധി പറയും. കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. പരാതി നൽകാതെ വീഡിയോ പ്രചരിപ്പിച്ചത് ദുരുദ്ദേശത്തോടെയാണെന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. ഷിംജിത നിരപരാധിയെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. മനഃപൂർവ്വമുള്ള പ്രവൃത്തിയാണെന്നും ജാമ്യാപേക്ഷ സെഷൻസ് കോടതിയുടെ അധികാരപരിധിയിൽ വരുന്നതാണ് എന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. അതേസമയം പ്രശസ്തിയും പോസ്റ്റുകൾക്ക് റീച്ചും ലഭിക്കുന്നതിന് വേണ്ടി കുറ്റം ചെയ്തു എന്ന് വ്യക്തമാണെന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ദുരുദ്ദേശപരമായി പകർത്തിയ വീഡിയോയാണ് ദീപകന്റെ മരണത്തിന് കാരണമായത്. ജാമ്യം ലഭിച്ചാൽ പ്രതി ഇത്തരം കുറ്റകൃത്യങ്ങളിൽ വീണ്ടും ഏർപ്പെടും. മറ്റു വ്ളോഗർമാർ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുകയും അതുവഴി കൂടുതൽ ആത്മഹത്യ ഉണ്ടാകാൻ സാധ്യതയുണ്ടായെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. അതിനിടെ ഷിംജിതയ്ക്കെതിരെ മറ്റൊരു പരാതി കൂടി പോലീസിന് ലഭിച്ചു. ഷിംജിത വീഡിയോ ചിത്രീകരിച്ച ബസ്സിലുണ്ടായിരുന്ന പെൺകുട്ടിയാണ് കണ്ണൂർ പോലീസിൽ പരാതി നൽകിയത്. തന്റെ മുഖം അനാവശ്യമായി ചിത്രീകരിച്ച സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുവെന്നാണ് പരാതി. 24 കോഴിക്കോട്. ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പാരോപണത്തിൽ കണ്ണൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിനിടെ സംഘർഷം. CPIM കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റുമുട്ടി. കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പയ്യന്നൂർ MLAയുടെ രാജി ആവശ്യപ്പെട്ട BJPയും പ്രകടനം നടത്തി. ദീദി ദാമോദരനും എച്ചുമക്കുട്ടിയും ചേർന്നെഴുതിയ എംപ്റ്റി സ്പേസ് ബാഷ്പീകൃതയുടെ 6ാം വിരൽ എന്ന പുസ്തകവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കൂടുതൽ പ്രതികരണവുമായി MT വാസുദേവൻ നായരുടെ മകൾ അശ്വതി നായർ. MTയുടെ ജീവചരിത്രത്തിലെ ഭാഗങ്ങൾ തോന്നിയതുപോലെ വളച്ചൊടിച്ചെന്നും പുസ്തകം പിൻവലിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും അശ്വതി നായർ പറഞ്ഞു. ദീദി ദാമോദരനും എച്ചുമക്കുട്ടിയും ചേർന്നെഴുതിയ എംപ്റ്റി സ്പേസ് ബാഷ്പീകൃതയുടെ 6ാം വിരൽ എന്ന പുസ്തകത്തിനെതിരെ MT വാസുദേവൻ നായരുടെ മക്കൾ രംഗത്ത് വന്നിരുന്നു. എന്നാൽ MTയുടെ ആദ്യ ഭാര്യ പ്രമീള നായരുമായി ബന്ധപ്പെട്ട പുസ്തകം വായിക്കാതെയാണ് മക്കളായ അശ്വതി നായരും സിത്താരയും പ്രതികരിച്ചത് എന്നായിരുന്നു ദീദി ദാമോദരന്റെ പ്രതികരണം. പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കുടുംബത്തിന്റെ അനുമതി ആവശ്യമില്ലെന്നും ദീദി പറഞ്ഞിരുന്നു. ഇതിനെതിരെയാണ് അശ്വതി നായർ വീണ്ടും രംഗത്ത് വന്നത്. പുസ്തകം വായിക്കാതെ പ്രതികരിക്കാൻ വിവരക്കേടുള്ളവരല്ല തങ്ങളെന്ന് അശ്വതി. അത് വായിക്കാതെ പറയുന്ന അത്രയും വിവരക്കേട്ടൊന്നും ഞങ്ങൾക്കില്ല. പുസ്തകം കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം, അതുകൊണ്ടാണ് ഇത്രയും ദിവസം എടുത്തത്. പുസ്തകം റിലീസായിട്ട് ഇത്രയും ദിവസം എടുത്തത് തന്നെ പുസ്തകം കൃത്യമായിട്ട് വായിച്ച് അതിൻ്റെ കണ്ടന്റ്സിന്റെ മെറിറ്റ് നോക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. MTയുടെ ജീവചരിത്രത്തിലെ ഭാഗങ്ങൾ തോന്നിയതുപോലെ വളച്ചൊടിച്ചു. സിത്താര അഭിമുഖത്തിൽ നിഷേധിച്ച പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയെന്നും പുസ്തകത്തിന്റെ ഡിസൈൻ മുതൽ MTയെ കുത്തുന്നുണ്ടെന്നും അശ്വതി. ഇത് കുറേ കാലമായിട്ട് ഞങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ആൻഡ് ഐ തിങ്ക് ദ ബുക്ക് ഇസ് എ കൾമിനേഷൻ ഓഫ് ഓൾ ഓഫ് ദിസ്. അപ്പോൾ ഇത്രയും ഇൻറ്റൻസ് ആയ സ്ഥിതിക്ക് പിന്നെ ഞങ്ങൾ മിണ്ടാതിരിക്കുന്നതിൽ അർത്ഥമില്ല. ഇതിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും തെറ്റാണ്. കുറേയൊക്കെ അവരുടെ ഭാവനയും പിന്നെ അവർ പറയുന്ന റിട്ടേൺ സോഴ്സസ് എന്താണ് ആ സോഴ്സസ് എന്ന് വ്യക്തമാക്കണം. അല്ലാതെ നമുക്ക് രക്ഷയില്ല. രചയിതാക്കളുമായി ചർച്ചയ്ക്കില്ല. പുസ്തകം പിൻവലിക്കുകയാണ് ആവശ്യം. അവരുടെ പ്രതികരണമനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും കുടുംബം പ്രതികരിച്ചു. 24 കോഴിക്കോട്. ബംഗ്ലാദേശിനെ 2020 ലോകകപ്പിൽ നിന്ന് പുറത്താക്കിയ ICC. ബംഗ്ലാദേശിന് പകരം ഗ്രൂപ്പ് സിയിൽ സ്കോട്ട്ലൻഡ് കളിക്കും. ഇന്ത്യയിൽ കളിക്കാനാവില്ലെന്ന് ബംഗ്ലാദേശ് ആവർത്തിച്ചതോടെയാണ് നടപടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.